കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടരുന്ന നാരോ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ഇന്ന് ഇൻഡെക്സ് അവസാനിപ്പിക്കുകയും ഇൻഡെക്സ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് നൽകി 22,326 മുകളിൽ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളായി മോശം പെർഫോമൻസ് കാഴ്ചവെച്ച IT സെക്ടർ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും ഇന്ന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. 22,200 എന്ന ഹഡിൽ മാർക്കറ്റ് ഇന്ന് മറികടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 22,400, 22,500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 22,200, 22,000 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടറായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച 2 സ്റ്റോക്കുകളാണ് ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും. ബജാജ് ഫിനാൻസ് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം ഉണ്ടായത്. ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് JP മോർഗൻ എന്ന ബ്രോക്കേജ് ഏജൻസി ബജാജ് ഫിനാൻസിന് ബൈ എന്ന റേറ്റിംഗും 8,500 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. ബജാജ് ഫിനാൻസിൻ്റെ സബ്സിഡറി കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് മാർക്കറ്റിൽ ലിസ്റ്റ് ആകുന്നതിന് മുന്നോടിയായിട്ടാണ് JP മോർഗൻ ബജാജ് ഫിനാൻസിന് ബൈ എന്ന റേറ്റിംഗും 8,500 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന ബജാജ് ഫിനാൻസിൻ്റെ സബ്സിഡറി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സബ്സിഡറി ഗ്രൂപ്പിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റിൽ സജീവമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട അപ്പർ ലെയർ NBFC കമ്പനികളുടെ ലിസ്റ്റിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനി സ്ഥാനം പിടിക്കുകയും ഇതുമൂലം വരുന്ന 3 വർഷത്തിനുള്ളിൽ, അതായത് 2025 സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിക്ക് മാർക്കറ്റിൽ RBIയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ലിസ്റ്റ് ആകേണ്ടി വരും. ബജാജ് ഗ്രൂപ്പിൽ നിന്നും ഒരു പൊട്ടൻഷ്യൽ IPO വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് 7,245 ഇന്ന് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 7,500, 7,800 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് ആണ്. JP മോർഗൻ ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് 8,000 മുകളിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്തു. റീസെൻ്റ്ലി സ്റ്റോക്ക് 8,200 നിന്നും കറക്റ്റായി 6,500 എത്തുകയും 6,500 ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അംബുജ സിമൻറ്റ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2% ഉയർന്ന് 614 ക്ലോസിംഗ് നൽകി. 1.2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.65, ഡിവിഡൻഡ് ഈൽഡ് 0.41%, 52 വീക്ക് ഹൈ 625, 52 വീക്ക് ലോ 384. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 4% റിട്ടേൺ ആണ് നൽകിയത്. അംബുജ സിമൻറ്റിൽ അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ അംബുജ സിമൻറ്റിൻ്റെ പ്രൊമോട്ടറായ അദാനി ഫാമിലി അംബുജ സിമൻറ്റിൽ 6,661 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ ഹോൾസിമിൻ്റെ സൈഡിൽ നിന്നും അദാനി ഫാമിലി 6,661 കോടിക്ക് അംബുജ സിമൻറ്റിൻ്റെ 3.6% സ്റ്റേക്കുകൾ കൂടി അക്വയർ ചെയ്ത് അംബുജ സിമൻറ്റിലുള്ള അദാനി ഫാമിലിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 66.7% ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഫണ്ട് ഇൻഫ്യൂഷൻ വരും സമയങ്ങളിൽ ഒരു ക്രിട്ടിക്കൽ റോളായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കമ്പനിക്ക് 2028 വർഷത്തോടുകൂടി 140 മില്യൺ ടൺ പെർ ആനം എന്ന റേറ്റിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഇവിടെ കമ്പനിയിൽ പ്രൊമോട്ടർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക അതിൻ്റെ ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ് ഉറപ്പാക്കുന്നതിനും കൂടാതെ സ്കേലബിലിറ്റി ഇൻഷുർ ചെയ്യുന്നതിനും കമ്പനിയുടെ സപ്ലൈ ചെയിൻ ഇംപ്രൂവ് ചെയ്യുന്നതിനുമായിരിക്കും പ്രധാനമായും വിനിയോഗിക്കുക. അംബുജ സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 625 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 625 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 50 പോയിൻറ്റിൻ്റെ അപ്സൈഡ് അംബുജ സിമൻറ്റ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ടാറ്റ എലക്സി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റോക്ക് ഇന്ന് 1.9% ഉയർന്ന് 7,821 ക്ലോസിംഗ് നൽകി. 48,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 61.12, 52 വീക്ക് ഹൈ 9,200, 52 വീക്ക് ലോ 5,882. ടാറ്റ എലക്സി എന്ന കമ്പനി ഓട്ടോമൊബൈൽ, ഹെൽത്ത് കെയർ, മീഡിയ തുടങ്ങിയ സെക്ടറുകളിലെ പല കമ്പനികൾക്കും ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടാറ്റ ഗ്രൂപ്പിലെ ഒരു കമ്പനിയാണ്. ഇവിടെ മെഡിക്കൽ സെക്ടറിലേക്ക് കമ്പനി നെക്സ്റ്റ് ജനറേഷൻ മൂവ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ജർമ്മൻ ബേസ്ഡ് മെഡിക്കൽ കമ്പനിയായ ഡ്രാഗർ എന്ന കമ്പനിയുമായി ചേർന്ന് ടാറ്റ എലക്സി എന്ന കമ്പനി ക്രിട്ടിക്കൽ കെയർ എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനും വേണ്ടിയുള്ള പാർട്ണർഷിപ്പിൽ എത്തിക്കഴിഞ്ഞു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള
ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ക്രിട്ടിക്കൽ കെയർ മെഡിക്കൽ ഡിവൈസുകളുടെ ഡിസൈനിങ്ങും ഡെവലപ്പിങ്ങിനും വേണ്ടിയാണ് രണ്ട് കമ്പനികളും പാർട്ണർഷിപ്പിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇത് ടാറ്റ എലാക്സിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ടാറ്റ എലാക്സിയുടെ ഒരു പ്രധാന വെർട്ടിക്കലായ ഹെൽത്ത് കെയർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടാറ്റ എലാക്സി എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ 8,610 രൂപയുടെയും 8,610 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. എലാറ സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയാണ് 8,610 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 1.7% വർധനവുണ്ടായേക്കും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റ് 16 മുതൽ 18% CAGR കൂടിയുള്ള വളർച്ച കാഴ്ചവെച്ചേക്കും എന്നീ പോസിറ്റീവ് ബയാസുകളുടെ പശ്ചാത്തലത്തിലാണ് എലാറ സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 8,610 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ടാറ്റ എലാക്സി എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറേ ആഴ്ചകളായി 7,500-നും 8,000-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇന്ന് 7,800-ന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയും ഈ കൺസോൾട്ടേഷൻ റേഞ്ച് സപ്പോർട്ടിനടുത്താവുകയും ചെയ്യുമ്പോൾ വേണം നമ്മൾ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ. വരും സമയങ്ങളിൽ 8,500, 9,000 തുടങ്ങിയ ടാർഗറ്റ് ടാറ്റ എലാക്സിയിൽ നിന്നും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്